Voice of Marketing, in touch with positive people. വോയിസ് ഓഫ് മാർക്കറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. നമസ്കാരം. ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ ജൈത്രയാത്ര നമ്മൾ തുടരുകയാണ്. ഔട്ട്സ്റ്റാൻഡിങ്ങിനെ കുറിച്ചിട്ട് മെയിലിലൂടെയും ഒപ്പം തന്നെ കമന്റായിട്ടും രേഖപ്പെടുത്തിയ ഏറ്റവും പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് വളരെയധികം നന്ദിയുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ ഒരു പുതിയ ഏരിയയെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഒരു കമ്പനി ആയാലും ഡിസ്ട്രിബ്യൂട്ടർ ആയാലും ഒരു ഡീലർ ആയാലും അതിൻ്റെ വളർച്ചയനുസരിച്ച് കൂടുതൽ പ്രോഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. ശരിയല്ലേ? ഒരു മാനുഫാക്ചർ ആണെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാൻ തയ്യാറാകും. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ എടുത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ തയ്യാറാകും. ഡീലർ ആണെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ ഡീൽ ചെയ്യാൻ തുടങ്ങും. കൂടുതൽ പ്രോഡക്റ്റുകൾ എൻഡ് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ തുടങ്ങും. ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രോഡക്റ്റുകൾ കൂടുന്നു. അതനുസരിച്ച് ഇവിടെ വരേണ്ട ഒരു ഇൻഫ്ലോ ഉണ്ട്. ക്യാഷ് ഇൻഫ്ലോ കൂടിയില്ലെങ്കിൽ ആകെ തകിടം മറിഞ്ഞു പോകും കാര്യങ്ങൾ. വിൽക്കുന്നുണ്ട്, അധികം ഐറ്റം വിൽക്കുന്നുണ്ട്, അധികം പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് വിൽക്കപ്പെടുന്നു. അതനുസരിച്ച് പേയ്മെന്റുകൾ വരുന്നില്ല, ഇൻഫ്ലോ കുറവായി വരുന്നു. ഗോഡൌണിൽ നിന്ന് എല്ലാ ഐറ്റവും പുറത്തേക്ക് പോകുന്നുണ്ട്, പക്ഷേ അകത്തേക്കുള്ള വരവ് ഇൻഫ്ലോ കുറവാണ്. ഇത് വലിയൊരു ഇഷ്യൂ ആണ്. നമുക്ക് അതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഡിസിഷൻ മേക്കിംഗ് മാനേജ്മെന്റ് എടുത്തിരിക്കണം, ഡിസ്ട്രിബ്യൂട്ടർ എടുത്തിരിക്കണം, റീറ്റെയിലറും എടുത്തിരിക്കണം. ഇന്നത്തെ മാർക്കറ്റിൽ തീർച്ചയായിട്ടും പേയ്മെന്റ് വാങ്ങിച്ച ശേഷം മാത്രമേ പ്രോഡക്റ്റ് കൊടുക്കാവുള്ളൂ. ചിലതരം കസ്റ്റമർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും, 20,000 രൂപ ഒരു 100 ദിവസമല്ലേ ആയുള്ളൂ ഡ്യൂ ആയിട്ട്. വേറൊരു കമ്പനി 1,00,000 രൂപ, 50,000 രൂപ, 75,000 രൂപ, അതിൽ കൂടുതൽ എമൗണ്ട് 100 ദിവസം ഡ്യൂ ആയിട്ടും ഞങ്ങൾക്ക് സപ്ലൈ തരാൻ തയ്യാറാകുന്നു. എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല? അവർ അങ്ങനെ തരട്ടെ, ഞങ്ങൾക്ക് ഇങ്ങനെയേ സാധിക്കുകയുള്ളൂ. ഈ ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അവർ അങ്ങനെ ചെയ്യുന്നുണ്ടാകാം, ചിലപ്പോൾ ചെയ്യുന്നില്ലായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹം വെറുതെ പറയുന്നതായിരിക്കാം. വെറുതെ ആയാലും കാര്യത്തിനായാലും ഒരു സ്ട്രോങ് ഡിസിഷൻ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എടുത്തിരിക്കണം. അവർ അങ്ങനെ ചെയ്യുന്നു, അവർ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ്, ഞങ്ങളുടെ കമ്പനിയുടെ സിസ്റ്റം ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂ നിൽക്കുമ്പോൾ മറ്റുള്ള കമ്പനികളായിട്ട് കമ്പയർ ചെയ്ത് അവർ 1,00,000 തരുന്നു, 2,00,000 തരുന്നു, നിങ്ങൾക്ക് 20,000 വരുമ്പോൾ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോൾ അത് തുറന്ന് സംസാരിക്കാനും സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ അവരെ അറിയിക്കാനും നമുക്ക് കെൽപ്പുണ്ടായിരിക്കണം. അങ്ങനെ നിന്നാൽ മാത്രമാണ് ഈ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പേയ്മെന്റ് തരാത്തവർ പല രീതിയിലുള്ള ന്യായങ്ങളും കണ്ടെത്തും. നമുക്കറിയാലോ, 100 ന്യായങ്ങൾ ഉണ്ടാകും. ഇന്ന് പേയ്മെന്റ് വന്നിട്ടില്ല, നാളെ കഴിഞ്ഞേ എത്തുകയുള്ളൂ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പല കസ്റ്റമറും പേയ്മെന്റ് തരാതിരിക്കാനുള്ള ന്യായവാദങ്ങൾ, 100 കാരണം, എക്സ്ക്യൂസുകൾ എല്ലാവർക്കും പറയാൻ പറ്റും. നമ്മുടെ പേയ്മെന്റ് ഡ്യൂ ആകുമ്പോൾ മുന്നേ കൂട്ടി അവരെ അത് അറിയിച്ചുകൊണ്ടിരിക്കണം. പേയ്മെന്റ് കിട്ടാതെ സപ്ലൈ ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്, അങ്ങനെ ഒരു മാനസിക തലത്തിലേക്ക് നിങ്ങൾ വളരുമ്പോൾ കമ്പനി വളരാൻ തുടങ്ങും. അപ്പോൾ മാത്രമാണ് നമ്മുടെ പേയ്മെൻറ്റുകൾ വരികയുള്ളൂ. ഒരു ചെറിയ ഇഷ്ടക്കുറവൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ചില്ലുകൊട്ടാരങ്ങൾ, പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ തകർന്നടിയുന്ന ചില്ലുകൊട്ടാരങ്ങൾ അങ്ങ് തകർന്നടിഞ്ഞ് പൊടിഞ്ഞു പോകട്ടെ. നമ്മുടെ പേയ്മെൻറ്റ് പെൻഡിങ് നിർത്തിയിരിക്കുന്നു. ഇത് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ പേയ്മെൻറ്റ് അവിടെ പെൻഡിങ് നിർത്തുകയും വേറെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ വേറെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്തുനിന്ന്, വേറെ കമ്പനീൻ്റെ അടുത്തുനിന്ന് പർച്ചേസ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നമ്മുടെ പേയ്മെന്റ് അവിടെ പെൻഡിങ് നിൽക്കുന്നു, അവരുടെ സെയിൽ അവർ നടത്തുന്നു. ഇത് എങ്ങനെ നേരിടണം? വളരെ സഡൻ ആയിട്ട് തന്നെ ആ വ്യക്തിയുമായിട്ട് കോൺടാക്ട് ചെയ്ത് പേയ്മെന്റ് സെറ്റിൽ ചെയ്യണം. കൃത്യമായിട്ട് അവരുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം. എക്സിക്യൂട്ടീവ് വിസിറ്റ് ചെയ്യേണ്ടവരും അധികാരപ്പെട്ട അതോറിറ്റി അക്കൗണ്ട് സെക്ഷനിൽ നിന്ന് വിളിക്കേണ്ടവരും പേയ്മെന്റ് തരണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ട് അവരുടെ അടുത്ത് ആവശ്യം ഉന്നയിക്കണം. വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവർ ഏതൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പോൾ അവർ എടുക്കുന്നില്ല, എന്തുകൊണ്ട് അവർ എടുക്കുന്നില്ല, പേയ്മെന്റ് എന്തുകൊണ്ട് തരാതിരിക്കുന്നു, അതിൻ്റെ ബാക്കിലുള്ള ഇഷ്യൂ എന്തൊക്കെയാണ്. നമ്മളത് പഠിക്കണം, അത് സ്റ്റഡി ചെയ്യണം, അവരെ സമീപിക്കണം, കാര്യങ്ങൾ സംസാരിച്ച് അത് സെറ്റിൽമെന്റിലേക്ക് എത്തണം. അവർക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഡീൽ ചെയ്യാൻ ഇഷ്ടമില്ല, ആ പ്രോഡക്റ്റ് റിട്ടേൺ എടുത്ത് സെറ്റിൽ ചെയ്യണം. ഓണർ ഇരിക്കുന്ന സീറ്റിന് ഓപ്പോസിറ്റ് ഇതുപോലെ ഇരിക്കാം, പേയ്മെന്റ് വേണം എന്നുള്ള സ്ട്രോങ് ആയിട്ട് കാര്യം ആവശ്യപ്പെടാം. പല ആൾക്കാരും പേയ്മെന്റ് കേസിലിട്ട് നമ്മളെ ചുറ്റിക്കുന്നവരായിരിക്കും. ഇപ്പോൾ അങ്ങ് പോയിക്കോ, നാളെ ഇട്ടോളാം,
മറ്റന്നാൾ ഇട്ടോളാം, ചെക്ക് സബ്മിറ്റ് ചെയ്തോ, ചെക്ക് പിന്നെയും ബൗൺസ് ആവും, പൈസ തരാൻ താല്പര്യമില്ലാത്തവരുണ്ട്, ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ട്, ഒരു പരിധിവരെ സാമ്പത്തിക ഇഷ്യൂകളിൽ പെടുന്നവരുണ്ടാകാം. അല്ലാത്ത പല ആൾക്കാരും പൈസ തരാത്തവരുണ്ട്. ഇപ്പോൾ ഒരു ആളെ കുറിച്ച് ഓർത്തുപോവുകയാണ്, ഒരു സ്ഥലത്ത് സംഭവിച്ച കഥയാണ്. പൈസ കിട്ടുന്നില്ല, ഒരാളും പൈസ പ്രോഡക്റ്റ് കൊടുത്തു, പൈസ തരുന്നില്ല. എങ്ങനെ മുന്നോട്ട് പോകും? ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന്റെ അവസ്ഥയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. വിശ്വസിക്കുകയാണ്, 30 ദിവസം കഴിഞ്ഞ് പൈസ തരുമോ? തരാം. ഇവിടെ സിറ്റുവേഷനൊക്കെ നോക്കി, സാഹചര്യങ്ങളൊക്കെ നോക്കി, കുഴപ്പമില്ല. ഒരു വിശ്വാസം അല്ലേ ബിസിനസ്സിൽ ഏറ്റവും വലിയ കാര്യം? വിശ്വാസമാണ്. ഒരു പാവം പിടിച്ച മനുഷ്യന് ഒരു ബൾക്ക് എമൗണ്ട് പെൻഡിങ് ആയി കിടന്നു, പൈസ കിട്ടുന്നില്ല. ഇത്രമാത്രം അയാളുടെ അടുത്ത് പോയി പറഞ്ഞിട്ടും പൈസ തരുന്നില്ല. കാശില്ല ഇല്ല എന്ന് പറഞ്ഞേ, അയാളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് ചെയ്യുന്നുണ്ട്, പൈസ തരുന്നില്ല. എങ്ങനെ മുന്നോട്ട് പോകും? അടുത്ത ദിവസം ഇറങ്ങും, പൈസ ഇല്ല. അവസാനം ഓണർ തന്നെ ഇറങ്ങി. അത്രമാത്രം ബാങ്കിൽ നിന്ന് ജപ്തി വരെ വന്നിട്ടും റൂട്ടിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള പൈസ കൊടുക്കുക. ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചവർക്കേ അറിയൂ. ഓണർ നേരെ ആ കസ്റ്റമറുടെ അടുത്തേക്ക് നിന്നു, ഇനി എന്നെ ഇട്ട് ചിറ്റിക്കരുത്, ഈ പൈസ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ല, അത് ഞങ്ങൾ ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ആ ലോൺ ക്ലിയർ ആകുമ്പോൾ പൈസ അങ്ങ് തന്നേക്കാം. ആ പറഞ്ഞ ഡേറ്റിൽ വീണ്ടും വന്നു, ലോൺ പാസ്സായിട്ടില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ലോൺ പാസ്സാവട്ടെ, പൈസ തന്നേക്കാം ഞാൻ. എന്നാ ചോദിച്ചു, ഒരു കാര്യം ചെയ്യ്, ഞാൻ തന്ന സാധനമില്ലേ, പലപ്പോഴായി നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടായ ഐറ്റം ഇല്ലേ, ആ പ്രോഡക്റ്റുകൾ തരുമോ? അതൊക്കെ വിറ്റുപോയി. ഞങ്ങൾ തരാം, ഞങ്ങൾ തരുന്നില്ലെന്ന് പറഞ്ഞല്ലോ, ഈ സ്ഥാപനം ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം? എൻ്റെ കാര്യം നടക്കണ്ടേ? അയാൾ കരഞ്ഞു പറഞ്ഞിട്ടും പിന്നെയും അയാൾക്ക് തിരിച്ചു പോകും. 3ാമത്തെ പ്രാവശ്യം അദ്ദേഹം ഒരു പായയുമായിട്ട് വന്നു. ആ കസ്റ്റമറുടെ സ്ഥാപനത്തിന് മുന്നിൽ ഒരു പായ വിരിച്ചിട്ട് അവിടെ അങ്ങ് കിടന്നു. അപ്പം അവിടെ മാറ്റങ്ങൾ വന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവിടെ മാറ്റങ്ങൾ സംഭവിച്ചു. 2ാമത്തെ മണിക്കൂറിലേക്ക് മാറിയ ഇന്നത്തെ രീതി അനുസരിച്ച് അതൊരു സോഷ്യൽ മീഡിയയിലേക്ക് പോകും, വേറെ ലെവലിലേക്ക് മാറും. അയാൾ കരഞ്ഞുകൊണ്ട് ആ പായൽ കിടന്നു, എനിക്ക് പൈസ ഇവിടുന്ന് തരാണ്ട്, എൻ്റെ കയ്യിൽ പൈസ കിട്ടുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? അത് സെറ്റിൽമെന്റ് ആയി, പൈസ കൊടുത്തു വിട്ടു. അയാൾ സന്തോഷത്തോടെ അങ്ങ് പോയി, പൈസ വാങ്ങിച്ചുകൊണ്ട്. ചില ആൾക്കാരുണ്ട്, ഊടായ്പ് മനുഷ്യർ, ഇതുപോലുള്ളവരുണ്ട്. പാവങ്ങളെ കഷ്ടപ്പെടുത്തുന്നവരുണ്ട്, പൈസ ഉണ്ടെങ്കിലും കൊടുക്കാത്തവരുണ്ട്. അത് മര്യാദയല്ല. ഒരു ബിസിനസ് ഡീൽ ചെയ്യുമ്പോൾ കാശുണ്ടായിട്ട് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തരുത്. ചില കാര്യങ്ങളിൽ ഈ കർമ്മഫലം എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ അനുഭവിക്കേണ്ട വരും കേട്ടോ. ആരെയും നമ്മൾ ദുരിതപ്പെടുത്തരുത്, ആരെയും പ്രയാസപ്പെടുത്തരുത്, ആരുടെയും മനസ്സ് അനാവശ്യമായി വിഷമിപ്പിച്ചുകൊണ്ടിരിക്കരുത്. അത് ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും നല്ലത് ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം റിയാലിറ്റിയാണ്. ഓൾ ദ ബെസ്റ്റ്.